So very good morning to all. So today we are going to discuss about small signal model in MOSFET. Okay. So you can see one figure here. This is a N-channel enhancement MOSFET. നമ്മൾ ഓൾറെഡി നേരത്തെ N-channel enhancement MOSFET കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ അതിൻ്റെ സിമ്പിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് ഇതാണ് അതിൻ്റെ ഡ്രെയിന്, ഇതായിരുന്നു അതിൻ്റെ ഗേറ്റ് ആൻഡ് ഇതായിരുന്നു അതിൻ്റെ സോഴ്സ്. എറോ മാർക്ക് പോയിന്റിങ് ഇൻവേർഡ്സ്, അതായത് ഇവിടെ കണ്ടിന്യൂസ് ലൈൻ ആയിരുന്നില്ല, ഡിസ്ക്രീറ്റ് ലൈൻസ് ആയിരുന്നു. സോ ദിസ് ഈസ് another representation of N-channel enhancement MOSFET. Okay, clear? So ഇത് നമ്മുടെ ഒരു N-channel enhancement MOSFET ആണ്. ഓൾസോ ദിസ് ഈസ് എ കോമൺ സോഴ്സ് N-channel enhancement MOSFET. എന്താ കാരണം? ഇവിടെ സോഴ്സ് ടെർമിനൽ എന്ന് പറയുന്നത് ഡ്രെയിനിനും ഗേറ്റിനും കോമൺ ആയിട്ടാണുള്ളത്. ആൻഡ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ് അറ്റ് ദ ഗേറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ ഡ്രെയിൻ ടെർമിനൽ ഹിയർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഗേറ്റ് ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ ഇൻപുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു AC സിഗ്നൽ VI കൊടുത്തിരിക്കുന്നു ഇൻപുട്ടായിട്ട്. ദെൻ ഒരു DC വോൾട്ടേജ് VDC ഓൾസോ ഗിവൺ ആസ് ഇൻപുട്ട്. സോ നമ്മൾ ഒരു BJTയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു, എന്തിനാണ് നമ്മൾ അവിടെ ഒരു DC ഇൻപുട്ട് കൊടുക്കുന്നത്? ഫോർ പ്രൊവൈഡിങ് ബയാസിങ്, റൈറ്റ്? അതായത് നമ്മുടെ BJTയുടെ കേസിലൊക്കെ DC ഇൻപുട്ട് എന്തിനായിരുന്നു നമ്മൾ കൊടുത്തത്? ഫോർ പ്രൊവൈഡിങ് പ്രോപ്പർ ബയാസിങ്. അതായത് ആ ഒരു ട്രാൻസിസ്റ്റർ ഷുഡ് ബി വർക്കിംഗ് ഇൻ Q പോയിന്റ് സോ ദാറ്റ് ദാറ്റ് ട്രാൻസിസ്റ്റർ വിൽ ബി വർക്കിംഗ് ആസ് എ ലീനിയർ ആംപ്ലിഫയർ. അതായത് ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് Q പോയിന്റിൽ തന്നെ അതിനെ വർക്ക് ചെയ്യിക്കുക, സോ ദാറ്റ് ദാറ്റ് ട്രാൻസിസ്റ്റർ വിൽ ബി വർക്കിംഗ് ആസ് എ ലീനിയർ ആംപ്ലിഫയർ. Similarly, here also in the case of MOSFET also we will be providing DC voltage so that the transistor will be MOSFET will be working in the saturation region so that it will be working as a linear amplifier. Okay, so ഇവിടെ ഒരു AC ഇൻപുട്ടും ഒരു DC ഇൻപുട്ടും ഗേറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വിൽ ബി ടേക്കിംഗ് അക്രോസ് ദ ഡ്രെയിൻ ടെർമിനൽ. ഓക്കെ, സോ the MOSFET biased at certain DC voltage VDC എന്ന് പറയുന്ന ഒരു DC വോൾട്ടേജിൽ ബയാസ് ചെയ്തിരിക്കുകയാണ്. So that the MOSFET operating point is fixed in saturation region. അതായത് MOSFETന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് will be fixed in saturation region. ഇതായിരിക്കും അതിന്റെ Q പോയിന്റ്. So that the MOSFET will be working as a linear amplifier. Q പോയിന്റിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ that MOSFET will be working as a linear amplifier without distortion. Okay, here an input voltage, അതായത് ഒരു AC input voltage VI is applied on top of VDC. VDCന്റെ മേളിലായിട്ട് ഒരു AC input voltage VI is applied here, and the equation for drain current in saturation region is, അതായത് സാച്ചുറേഷൻ റീജിയനിലുള്ള ഈ ഒരു മോസ്ഫെറ്റിന്റെ ഡ്രെയിൻ കറണ്ടിന്റെ ഇക്വേഷൻ ഈസ് ID which is equal to 1/2 mu n cox W by L into VGS minus VT whole square. ID will be equal to 1/2 mu n cox W by L VGS minus VT whole square. mu n നമുക്കറിയാം മൊബിലിറ്റി ആണ്, കോക്സ് എന്ന് പറഞ്ഞാൽ ഓക്സൈഡ് കപ്പാസിറ്റൻസ് ആണ്, W by L എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ബൈ ലെങ്ത് റേഷ്യോ ഓഫ് ദാറ്റ് മോസ്ഫെറ്റ് ആണ്, VGS is the gate source voltage and VT is the threshold voltage. Okay, ഫൈൻ. സോ ഇവിടെ നമ്മുടെ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഗേറ്റിലാണ്. സോ VGS എന്ന് പറയുന്നത് എന്തിൻ്റെ ഒക്കെ സമ്മേഷൻ ആയിരിക്കും? ഇവിടെ എന്തൊക്കെ ഇൻപുട്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്? VI, ഒരു AC ഇൻപുട്ട് വോൾട്ടേജ് VI ആൻഡ് ഒരു DC വോൾട്ടേജ് VDC. സോ ഈ VGS എന്ന് പറയുന്ന വോൾട്ടേജ് വിൽ ബി സം ഓഫ് ദീസ് ടു. ഓക്കെ, സോ this you can take as equation number 1. And the gate source voltage, gate source input gate source voltage എന്ന് പറഞ്ഞാൽ will be the summation of this input voltage VI and the VDC. So ഇവിടെയുള്ള VGS എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? VI, ഈ AC input voltage VI plus ഇവിടെയുള്ള DC voltage VDC. So VGS will be equal to VI plus VDC. So ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾക്ക് കാണാം ഇവിടെ VGS ഉണ്ട്, അതിനു പകരം ഈ
VI plus VDC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് VGS in equation number 1, നമുക്ക് എങ്ങനെ കിട്ടും? ID will be equal to 1/2 mu n cox W by L. VGS ന് പകരം VI plus VDC minus VT whole square. Okay, fine. So ആ സെയിം ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്തതാണ്. ഓക്കെ, ID equal to 1/2 mu n cox W by L VI plus VDC minus VT whole square എന്ന് എഴുതി. ഓക്കെ, fine. Now here you can see ID is proportional to VI square അല്ലേ? ID proportional to VI square, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ട് എ സി വോൾട്ടേജിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് ആര്? ഡ്രെയിൻ കറണ്ട് ID. അതായത് the relationship between the ID and VI, നമ്മൾ അപ്ലൈ ചെയ്ത എ സി ഇൻപുട്ട് വോൾട്ടേജ് VIയും IDയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ അല്ല, നോൺ ലീനിയർ ആണ്. കാരണം പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ആണ്. സോ ലീനിയർ അല്ല. ലീനിയർ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ID പ്രൊപ്പോർഷണൽ ടു VI എന്ന് പറയുകയാണെങ്കിൽ IDയും VIയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആണെന്ന് പറയാം. ബട്ട് ഹിയർ ID പ്രൊപ്പോർഷണൽ ടു VI സ്ക്വയർ ആണ്. സോ the relationship between ID and the AC input voltage VI is not linear here. Okay, fine. So linear ആക്കാൻ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? Will be approximating VI is very small. അതായത് VI എന്ന് പറയുന്ന നമ്മൾ അപ്ലൈ ചെയ്ത AC input voltage we will take as very small value, അതായത് small signal approximation. VI very small ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? That is the change in drain current is directly proportional to or linearly proportional to the small AC input voltage VI. Okay, so ഇവിടെ എന്താ? ID proportional to VI square ആണ്. So relationship between ID and VI is not linear. നമുക്ക് എന്താ? ലീനിയർ റിലേഷൻഷിപ്പ് വേണം അല്ലേ? So we will be taking this VI, നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ട് വോൾട്ടേജ് VI will be taking as very small value so that we can tell the change in drain current ID will be linearly proportional to the small AC input voltage VI. Okay, so VI ഇവിടെ നമ്മൾ ചെറുതായിട്ട് വളരെ സ്മോൾ ആയിട്ട് എടുക്കും, അതായത് സ്മോൾ സിഗ്നൽ അപ്രോക്സിമേഷൻ നടത്തുകയാണ് ഇവിടെ. ഓക്കെ, സോ VI സ്മോൾ എന്ന് പറയുമ്പോൾ എന്താ? VI is very small than VDC minus VT ആയിരിക്കും അല്ലേ? VI will be very small than this VDC minus VT ആയിരിക്കും. ഓക്കെ, ഫൈൻ. സോ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ ഈ VI എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ടേം ആയിട്ടും VDC മൈനസ് VT എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ടേം ആയിട്ടും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇക്വേഷൻ ഏതൊരു ഫോർമാറ്റിലാണ് ഉള്ളത്? A പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ? ഇത് എയും ഇത് ബി ആയിട്ട് എടുക്കുകയാണ്. A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണുള്ളത്. സോ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ID എന്ന് പറയുന്നത് 1/2 mu n cox W by L, കോമൺ ടേം ഇവിടെ പുറത്ത് എഴുതി. ദെൻ ഇവിടെ എന്താ? A പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലല്ല ഉള്ളത്. സോ A പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ A സ്ക്വയർ എന്ന് പറഞ്ഞാൽ VI സ്ക്വയർ പ്ലസ് 2AB, 2 into VI into VDC minus VT, 2 into VI into VDC minus VT പ്ലസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ VDC minus VT ഹോൾ സ്ക്വയർ ആയിരിക്കും. VDC minus VT ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ എടുത്തിട്ടുണ്ട്. എന്താണ്? VI വെരി സ്മോൾ അല്ലേ? VI വെരി സ്മോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു IDയുടെ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ VI സ്ക്വയർ എന്ന് പറയുന്ന ടേം നമുക്ക് എന്താ? നെഗ്ലക്ട് ചെയ്യാം. കാരണം VI വെരി സ്മോൾ ആണ്. അപ്പോൾ VI സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിലും സ്മോൾ ആയിരിക്കും. സോ ഈ VI സ്ക്വയർ എന്ന് പറഞ്ഞ ടേം നമുക്ക് ഈ ID എന്ന് പറയുന്ന ഇക്വേഷനിൽ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ VI we have taken very small. സോ VI സ്ക്വയർ എന്ന് പറയുന്ന ടേം നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ? ഈ ഒരു രണ്ട് ടേം ആയിട്ടാണ് വരുന്നത്. അതായത് 1/2 into mu n cox W by L into 2 times VI into VDC minus VT, 2 times VI into VDC minus VT. ഇവിടെ എന്താ? 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. ഓക്കെ, പ്ലസ് സെക്കൻഡ് ടേം എന്താ? 1/2 mu n cox W by L into VDC minus VT whole square, VDC minus VT whole square എന്ന് നമുക്ക് എഴുതാം. സോ ID നമുക്ക് എന്ത് കിട്ടി? ID will be equal to mu n cox W by L
into VDC minus VT plus mu n cox W by L VDC minus VT whole square എന്ന് നമുക്ക് കിട്ടി. സോ സെയിം ഇക്വേഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ID equal to 1 by 2 mu n cox VDC minus VT whole square plus mu n cox VDC minus VT into VI എന്ന് എഴുതി. ഓക്കെ, സോ ഈ ഒരു ടേം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു എ സി കോമ്പണന്റ് ഒന്നുമില്ല, കംപ്ലീറ്റ് ഡി സി കോമ്പണന്റ് ആണ്, വി ഡി സി ആൻഡ് വി ടി അല്ലേ. സോ ഇതിനെ ഞാൻ ഡി സി കോമ്പണന്റ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഹിയർ യു ക്യാൻ സി ദർ ഇസ് എൻ എ സി കോമ്പണന്റ് ആൻഡ് ഹിയർ ദർ ഇസ് എ വൺ ടേം mu n cox VDC മൈനസ് വി ടി. ഓക്കെ, ഇതിനെ ഞാൻ അതിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് ആയിട്ട് എടുക്കുകയാണ്, ജി എം. ട്രാൻസ് കണ്ടക്ടൻസ് ജി എം ആയിട്ട് എടുക്കുകയാണ്. mu n cox VDC മൈനസ് വി ടി എന്ന് പറയുന്നത് ഇതിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് ആയിട്ട് എടുക്കുകയാണ്. സോ എനിക്ക് ഫൈനലി ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐ ഡി വിൽ ബി ഈക്വൽ ടു ഡി സി കോമ്പണന്റ് പ്ലസ് ട്രാൻസ് കണ്ടക്ടൻസ് ജി എം ഇൻറ്റു ഇൻപുട്ട് എ സി വോൾട്ടേജ് വി ഐ. ഓക്കെ, സോ ഐ ഡി വിൽ ബി ഈക്വൽ ടു ഐ ഡി സീറോ പ്ലസ് ജി എം ഇൻറ്റു വി ഐ. ഐ ഡി വിൽ ബി ഈക്വൽ ടു ഐ ഡി സീറോ പ്ലസ് ജി എം ഇൻറ്റു വി ഐ എന്ന് എഴുതാം. ഐ ഡി സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഡി സീറോ ഇസ് ദ ഡി സി ഡ്രെയിൻ കറണ്ട്. ഡി സി ഡ്രെയിൻ കറണ്ട് ആണ് ഡി സി കോമ്പണന്റ്, ഐ ഡിയുടെ ഡി സി കോമ്പണന്റ് ഡി സി ഡ്രെയിൻ കറണ്ട് ആണ് എന്ത്? ഐ ഡി സീറോ പ്ലസ് ഇവിടെ ട്രാൻസ് കണ്ടക്ടൻസ്. ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ mu n cox VDC മൈനസ് വി ടി ഇൻറ്റു വി ഐ. സോ ജി എം ഇൻറ്റു വി ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ഡ്യൂ ടു എ സി ഇൻപുട്ട് സിഗ്നൽ. അതായത് ജി എം ഇൻറ്റു വി ഐ ഇസ് ദ ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ഡ്യൂ ടു ദ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് എ സി സിഗ്നൽ കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് ആണെന്ത്? ജി എം ഇൻറ്റു വി ഐ. ഓക്കെ, ഫൈൻ. whereas gm is equal to mu n cox VDC minus VT ആയിരിക്കും. gm is equal to mu n cox VDC minus VT ആണ്. ഓക്കെ, so this is the ID equation. ID is equal to ID0 plus gm into VI. so നമ്മൾ എന്താ ഡി സി അനാലിസിസും എ സി അനാലിസിസും നടത്താറുണ്ട് അല്ലേ. നമ്മൾ ട്രാൻസിസ്റ്ററിൽ കണ്ടിട്ടുണ്ട്, അതായത് ബി ജെ ടിയിൽ കണ്ടിട്ടുണ്ട് ഡി സി അനാലിസിസും എ സി അനാലിസിസും നടത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡി സി അനാലിസിസ് നടത്തുന്ന സമയത്ത് എന്താ നമ്മൾ എ സി കോമ്പണന്റ് കൺസിഡർ ചെയ്യില്ല. അതായത് ഡി സി അനാലിസിസ് നടത്തുമ്പോൾ എന്താ ഐ ഡി വിൽ ബി ഈക്വൽ ടു ഐ ഡി സീറോ ആയിരിക്കും. വേറാസ് എ സി അനാലിസിസ് നടത്തുന്ന സമയത്ത് എന്താ നമ്മൾ ഡി സി കോമ്പണന്റ് കൺസിഡർ ചെയ്യില്ല. ഡി സി കോമ്പണന്റ് ഗ്രൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഐ ഡി വിൽ ബി ഈക്വൽ ടു ജി എം ഇൻറ്റു വി ഐ ആയിരിക്കും എന്ത്? എ സി അനാലിസിസ് നടത്തുന്ന സമയത്ത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, കാണാൻ പറ്റും ഐ ഡി പ്രൊപ്പോർഷണൽ ടു ജി എം ഇൻറ്റു വി ഐ അല്ലെ. ഐ ഡി പ്രൊപ്പോർഷണൽ ടു വി ഐ ആണ് അല്ലെ. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐ ഡി ഡ്രെയിൻ കറണ്ടും നമ്മുടെ ഇൻപുട്ട് എ സി വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ലീനിയർ ആണ്. ഐ ഡി പ്രൊപ്പോർഷണൽ ടു വി ഐ ആണ്. കാരണം എന്താ? ഇവിടെ നമ്മൾ സ്മോൾ സിഗ്നൽ അപ്രോക്സിമേഷൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇൻ സ്മോൾ സിഗ്നൽ അപ്രോക്സിമേഷൻ the change in drain current ID is linearly proportional to the input AC voltage VI. In that case, MOSFET can be replaced by its small signal model. അതായത് ഇവിടെ നമ്മൾ സ്മോൾ സിഗ്നൽ അപ്രോക്സിമേഷൻ എടുത്ത് വി ഐ വെരി സ്മോൾ ആണെന്ന് അപ്രോക്സിമേറ്റ് ചെയ്തെടുത്തു. സോ ഐ ഡി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ഐ ആണെന്ന് കിട്ടി. സോ ഇൻ ദാറ്റ് കേസ് വി വിൽ ബി റീപ്ലേസിങ് മോസ്ഫെറ്റ് ബൈ ഇസ് സ്മോൾ സിഗ്നൽ മോഡൽ. സോ നമ്മുടെ ആ മോസ്ഫെറ്റിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. അതിന്റെ സ്മോൾ സിഗ്നൽ സിംപ്ലിഫൈഡ് സ്മോൾ സിഗ്നൽ മോഡലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് ഗേറ്റ് സോഴ്സ് ടെർമിനൽ എന്താ ഓപ്പൺ സർക്യൂട്ടഡ് ആണ്. അവിടെയുള്ള വോൾട്ടേജ് വി ജി എസ് ആവുമ്പോൾ കറണ്ട് സോഴ്സ് ഡ്രെയിനിലുള്ള കറണ്ട് സോഴ്സ് വിൽ ബി അല്ലെങ്കിൽ ഡ്രെയിൻ കറണ്ട് വിൽ ബി ഈക്വൽ ടു ജി എം ഇൻറ്റു വി ജി എസ് എന്ന് എഴുതാം. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട് ഐ ഡി വിച്ച് ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് വി ഐ ആണ്. ഓക്കെ, സോ ജി എം ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ജി എസ് ആണ്. ജി എം ഇൻറ്റു വി ജി എസ് ആയിരിക്കും എന്ത് ഇവിടെയുള്ള ഡ്രെയിൻ കറണ്ട് ഐ ഡി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ സിംപ്ലിഫൈഡ് സ്മോൾ സിഗ്നൽ മോഡൽ ഓഫ് മോസ്ഫെറ്റ്. ഈ ഒരു കേസിൽ എന്താ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. ലാംഡ എന്ന് പറയുന്ന ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇഫ് യു ആർ കൺസിഡറിങ് ദ ചാനൽ ലെങ്ത് മോഡുലേഷൻ വി ക്യാൻ റീഡ്രോ ദിസ് സ്മോൾ സിഗ്നൽ മോഡൽ ലൈക്ക് ദിസ്. അതായത് ഇതിനോടൊപ്പം ഒരു R0 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, അതായത് ചാനൽ ലെങ്ത് മോഡുലേഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു R0 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കൂടി ഈ ഒരു
സ്മോൾ സിഗ്നൽ മോഡലിനൊപ്പം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ദിസ് ഈസ് ദ സ്മോൾ സിഗ്നൽ മോഡൽ ഓഫ് മോസ്ഫെറ്റ്. ഓക്കെ ഫൈൻ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോമൺ സോഴ്സ് സ്മോൾ സിഗ്നൽ അനാലിസിസ് പഠിക്കുന്നതായിരിക്കും. With this, I am concluding today's class. Thank you.